ലഹരോപയോഗം എക്സൈസിനെ അറിയിച്ചതിന്റെ വിരോധത്തിൽ കുടുംബത്തെ ഒരേ ദിവസം 3 തവണ ആക്രമിച്ചതായി പരാതി. കൊട്ടാരക്കര മൈലം വെള്ളാരംകുന്ന് സ്വദേശികളായ മഞ്ജുവിനെയും കുടുംബത്തെയുമാണ് ലഹരി സംഘം ആക്രമിച്ചത്. മഞ്ജുവിന്റെ വീടിന് നേരെ കല്ലെറിയുകയും ചെയ്തു. മൂന്ന് വർഷമായി ജസീന്തും മഞ്ജുവും കുടുംബമായി കൊട്ടാരക്കരയിൽ താമസമാണ്. കഴിഞ്ഞ ദിവസം കച്ചവടം കഴിഞ്ഞു മടങ്ങുകയായിരുന്ന മഞ്ജുവിനെയും സഹോദരീപുത്രനെയും വഴിയിൽ തടഞ്ഞു നിർത്തി അക്രമികൾ ഉപദ്രവിച്ചു. അടികൊണ്ട് നിലത്തുവീണ മഞ്ജുവിനെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഇരുമ്പ് കമ്പി ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഞാൻ ഇന്നലെ കച്ചവടം കഴിഞ്ഞിട്ട് കയറി വരുമായിരുന്നു. ഒരു 10 മണിയായി കാണും. അപ്പോൾ റെയിൽവേ ട്രാക്കിൽ 3 പേരുണ്ടായിരുന്നു. കണ്ണൻ, ജിത്തു, അവൻ്റെ ഒരു കൂട്ടുകാർ. അവനെ കണ്ടാലേ എനിക്കറിയത്തുള്ളൂ. മൊത്തം 3 പേര് ബീഡി വലിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ലൈറ്റിലെടുത്ത് എൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ടോർച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ അടിച്ചിട്ട് ഞാനും എൻ്റെ ചേച്ചിയുടെ മൂത്ത മോനും ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ കയറി വരിക. അപ്പോഴത്തേക്കും പൈപ്പ് കഷ്ണം വലുത് അവരെ കയ്യിലിരിക്കുക. ചെറുക്കൻ അടിക്കാൻ ഓട്ടിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ അങ്ങ് തറയെ വീണു. അപ്പോഴത്തേക്ക് അവൻ്റെ കയ്യിൽ ഒരു പൈപ്പ് ഇരുന്ന് അവൻ ഇങ്ങനെ തലയ്ക്ക് വാങ്ങി അടിക്കുക. ഞാൻ അപ്പോൾ കൈ വെച്ച് ഇങ്ങനെ ഇതായപ്പോഴാണ് കയ്യിലിങ്ങനെ അടിച്ചത്. ശബ്ദം കേട്ട് നാട്ടുകാരെത്തിയതോടെ അക്രമികൾ ഓടി രക്ഷപ്പെട്ടു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം ഭർത്താവുമൊത്ത് മടങ്ങവേ വീടിന് മുന്നിൽ വെച്ച് വീണ്ടും ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതി. പരാതിയും കൊടുത്ത് ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ല മഴയായിരുന്നു വന്നുകൊണ്ടിരിക്കുക. വണ്ടി വീട്ടിലോട്ട് കയറ്റുന്ന വഴിയിൽ ഇവിടെ ഇട്ട് ഞങ്ങളെ വീട്ടിൻ്റെ മുറ്റത്ത് പതുങ്ങി നിൽക്കുകയായിരുന്നു. വന്നപ്പോൾ ഒരു വലിയ കല്ലെടുത്ത് ഫ്രണ്ട് ഗ്ലാസ്സിലിട്ട് ഗ്ലാസ് പൊട്ടിച്ച് എന്നിട്ട് വലിയ വലിയ കല്ല് പറയ്ക്കാൻ ഞങ്ങളെ വീട്ടിലെറിയുന്നത്. ഇവരെ കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ശല്യം. ഞങ്ങൾക്ക് ഒരു ഇതുമില്ല. ഞങ്ങൾ ഒരു ബൈക്ക് അടിച്ചു പൊട്ടിച്ച് വെച്ചുക. ഞങ്ങൾ അവരെ കണ്ട് പേടിച്ച് ഞങ്ങൾ ജീവിക്കണോ? വീടിന് മുന്നിൽ സൂക്ഷിച്ചിരുന്ന സ്കൂട്ടറും നശിപ്പിച്ചു. വിവരമറിഞ്ഞ് പോലീസ് എത്തും മുൻപ് അക്രമികൾ രക്ഷപ്പെട്ടു. പോലീസ് മടങ്ങിയതോടെ വീണ്ടും വീടിന് നേരെ കല്ലേറുണ്ടായി. സാമൂഹ്യ വിരുദ്ധരുടെയും ലഹരി സംഘങ്ങളുടെയും ശല്യത്തെക്കുറിച്ച് നിരവധി തവണ എക്സൈസിലടക്കം വിവരം നൽകിയതിന്റെ വിരോധമാണ് അക്രമത്തിന് കാരണമെന്നാണ് വിവരം. അക്രമികളെ എത്രയും വേഗം പിടികൂടണമെന്നാണ് ആവശ്യം. 24 കൊട്ടാരക്കര.